35 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി പഴയന്നൂർ കല്ലേപ്പാടം കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ITI അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഡ്രാഫ്റ്റ്മാൻ സിവിൽ, ഇലക്ട്രോണിക്സ് മെക്കാനിക്, ഇലക്ട്രീഷ്യൻ, ഫിറ്റർ, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾസ് തുടങ്ങിയ 5 ട്രെയിനിങ്ങുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കോളേജ് ഓഫ് ടെക്നോളജി പ്രൈവറ്റ് ITI കല്ലേപ്പാടം, പഴയന്നൂർ. ശക്തമായി കാറ്റിടിച്ച് വീട്ടിൽ വൈദ്യുതി പോയാലോ, നാട്ടിലെ വഴികളിൽ തെരുവ് വിളക്കില്ലാതെ ഇരുട്ട് വീണാലും ഷൊർണൂർ വാണിയംകുളം ത്രാങ്ങാലിക്കാർ ആദ്യം വിളിക്കുന്നത് KSEBയെ അല്ല, പകരം അവരുടെ വാർഡ് മെമ്പർ ഉണ്ണിയേട്ടനെയാണ്. ശക്തമായി കാറ്റിടിച്ച് വീട്ടിൽ വൈദ്യുതി പോയാലോ, നാട്ടിലെ വഴികളിൽ തെരുവ് വിളക്കില്ലാതെ ഇരുട്ട് വീണാലും ഷൊർണൂർ വാണിയംകുളം ത്രാങ്ങാലിക്കാർ ആദ്യം വിളിക്കുന്നത് KSEBയെ അല്ല, പകരം അവരുടെ വാർഡ് മെമ്പർ ഉണ്ണിയേട്ടനെയാണ്. കഴിഞ്ഞ 4.5 വർഷത്തിനുള്ളിൽ വാർഡിലെ 300-ലധികം വൈദ്യുതി പോസ്റ്റുകളിലെ തെരുവ് വിളക്ക് പരിപാലനം നോക്കുന്നത് വാണിയംകുളം ത്രാങ്ങാലി ദേവസ്വം പറമ്പിൽ D. നാരായണൻ നായർ എന്ന ത്രാങ്ങാലിക്കാരുടെ ഉണ്ണിയേട്ടനാണ്. 14-ാം വാർഡിലെ വിവിധ പ്രദേശങ്ങളിലൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് കണ്ടമാനം നമ്മൾ ഇപ്രാവശ്യം പ്രൊജക്റ്റ് വെച്ചതാണ്. അപ്പോൾ ഒരുപാട് ലൈറ്റുകളുണ്ട്. അപ്പോൾ ലൈറ്റുകൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ ഏകദേശം ഈ ഇടിമിന്ന മഴ പെയ്യാന്നൊക്കെ സമയത്തൊക്കെയാണ് വല്ലാതെ പോവുക. അപ്പോൾ പഞ്ചായത്തിന്റെ നിലയ്ക്ക് കോൺട്രാക്ട് എടുത്ത് അത് വന്ന് ചെയ്യണമെങ്കിൽ എങ്ങനെയും അതിൻ്റെതായ സമയക്രമങ്ങളുണ്ട്. 3 മാസം 2 മാസം ഒക്കെ കൂടുമ്പോഴാണ്. അപ്പോൾ നമ്മുടെ പ്രദേശത്ത് ലൈറ്റിന്റെ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ സമയബന്ധിതമായ ആളുകൾ പറയുമ്പോൾ അവിടെ ചെന്ന്, അതുപോലെ തന്നെ ഞാൻ രാത്രി മുഴുവൻ തന്നെ ഈ ഏരിയ കൂടെ നടക്കുന്ന ആളാണ്, ബൈക്ക് നടക്കുന്ന ആളാണെന്നുള്ളക്ക് ഞാനും അത് ശ്രദ്ധിക്കും. അങ്ങനെ ഞാൻ തന്നെ അത് പോസ്റ്റിലൊക്കെ കയറി മറ്റ് സഹായികളൊക്കെ വെച്ച് ഞാൻ തന്നെ ഇത് ചെയ്തു കൊടുക്കും. അതിന് എനിക്ക് പ്രധാനമായിട്ടും ഒരു എക്സ്പീരിയൻസ് കിട്ടിയത്, ഞാൻ KSEBയിൽ 2018 വരെ ഓവർസിയർ ആയിരുന്നു. ലൈൻമാനിൽ നിന്ന് പോയി ഓവർസിയർ ആയിട്ടാണ് ഞാൻ റിട്ടയർഡ് ആയത്. ആ റിട്ടയർഡ് ആയതിനു ശേഷമാണ് പഞ്ചായത്തിൽ മെമ്പറായി കയറിയത്. അപ്പോൾ എല്ലാവിധ സേഫ്റ്റിയും പാലിച്ചും കൊണ്ട് തന്നെ KSEBI ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഞാൻ ഈ പ്രദേശത്തെ LCT സംബന്ധമായ എല്ലാ വർക്കുകളും മറ്റു വർക്കുകളോടൊപ്പം തന്നെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി ആളുകൾക്ക് വേണ്ടുന്നതായ ഏത് സമയത്തും നമ്മൾ ലൈറ്റ് അവൈലബിൾ ആയി കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നു. 2002 ഡിസംബറിലാണ് ശങ്കരനാരായണൻ KSEB വർക്കറായി പുലാമന്തോളിൽ ജോലിയിൽ പ്രവേശിക്കുന്നത്. 2004 ലൈൻമാനായി സ്ഥാനക്കയറ്റവും ലഭിച്ചു. 2006 സ്ഥലം മാറ്റം ലഭിച്ച ഷൊർണൂർ KSEBയിൽ എത്തി. 2018 ഷൊർണൂർ 220 സബ്സ്റ്റേഷനിൽ നിന്നും ഓവർസിയറായി വിരമിക്കുകയും ചെയ്തു. പിന്നീട് വാണിയംകുളം പഞ്ചായത്തിലെ വാർഡുകളിൽ വോൾട്ട് കൂടിയ സോഡിയം വാപ്പർ ലാബ് മാറ്റി പുതിയ LED ആക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ പഞ്ചായത്ത് ഭരണസമിതിക്ക് മുന്നിൽ ശങ്കരനാരായണൻ അവതരിപ്പിച്ചു. അന്നത്തെ പഞ്ചായത്ത് ഭരണസമിതി അത് അംഗീകരിക്കുകയും ചെയ്തു. അങ്ങനെ പഞ്ചായത്തിലെ 18 വാർഡുകളിലും പുതിയ LED ബൾബുകൾ സ്ഥാപിച്ച പഞ്ചായത്തിന് പ്രതിമാസം 1 ലക്ഷം രൂപ ലാഭമുണ്ടാക്കി നൽകിയത് ഭരണസമിതിയുടെ പ്രശംസ പിടിച്ചുപറ്റി. 2020 ശങ്കരനാരായണൻ 14-ാം വാർഡ് ത്രാങ്ങാലിയിൽ നിന്നും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് വിജയിച്ചു. അന്നു മുതൽ തെരുവ് വിളക്ക് പരിപാലനം സ്വകാര്യ കമ്പനിയാണ് കരാറെടുത്തിരിക്കുന്നതെങ്കിലും വാർഡിലെ പ്രശ്നങ്ങൾ ശങ്കരനാരായണൻ നോക്കിക്കോളുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. നമ്മുടെ ഉണ്ണിയേട്ടനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ആള് വളരെ സിമ്പിളാണ്. ഇപ്പൊ നമ്മുടെ വീടിന്റെ ഉമ്മറത്ത് തന്നെ വല്ല ബൾബ് എന്തെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ആളെ വിളിച്ച് പറയേണ്ട താമസമുള്ളൂ. ആളപ്പൊ തന്നെ വരും. പക്ഷെ വേറെ ആരുമല്ല, ആൾ തന്നെയാണ് അത് കയറിയിട്ട് മാറ്റുന്നത് ഇതുവരെ കണ്ടിട്ടുള്ളൂ. അപ്പോ ആള് വളരെ സിമ്പിളാണ്. നമുക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഏത് നേരത്തെ വേണമെങ്കിലും വിളിച്ചാലും ആള് ഓടി വരുന്നൊരു നമ്മൾ എപ്പോഴും കാണാറുള്ളതാണ്. വാർഡിൽ മാസം 10 പോസ്റ്റുകളിലെ ബൾബെങ്കിലും മാറ്റേണ്ടി വരുമെന്നും ജോലി അറിയാവുന്നതുകൊണ്ട് സുരക്ഷയോടെയാണ് എല്ലാം ചെയ്യുന്നതെന്നും ശങ്കരനാരായണൻ പറഞ്ഞു. അത്യാവശ്യ ഘട്ടങ്ങളിൽ മറ്റ് മെമ്പർമാർ പറഞ്ഞാൽ തൊട്ടടുത്തുള്ള വാർഡുകളിലെ ബൾബുകൾ മാറ്റിക്കൊടുക്കും. സഹായിക്കാനായി നാട്ടുകാരും കൂടെ കൂടും. അഴിച്ചുമാറ്റിയ ബൾബുകൾ കരാറുകാരന് നൽകി പകരം പുതിയത് വാങ്ങി സൂക്ഷിക്കുകയാണ് രീതി. ജനകീയനാണ്. എന്ത് പ്രശ്നത്തിന് വിളിച്ചാലും അയാള് ഏത് സമയത്ത് ഓടിയെത്തും. രാത്രി പകലൊന്നും ഇല്ലാതെ പോസ്റ്റമ്മ കയറാനും ബൾബ് മാറ്റാനും പഞ്ചായത്തിന് ചെയ്തില്ലെങ്കിൽ മൂപ്പരുടേതായ റിസ്ക് എടുത്തിട്ട് കൈകാര്യം ചെയ്യാറുണ്ട്. പിന്നെ വാർഡ് മെമ്പർ എന്നുള്ള നിലയ്ക്ക് മൂപ്പര് 14-ാം വാർഡിൽ വേണ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഈ ക്ലബിന്റെ ഈ മേൽക്കൂരി കാര്യങ്ങളൊക്കെ മൂപ്പരുടെ കെയർ ഓഫിലാണ് പണിയെടുത്തത്. പിന്നെ ഇവിടെ കുടിവെള്ള പ്രശ്നം, ആ കുടിവെള്ള പ്രശ്നത്തിൽ മൂപ്പര് കാര്യമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും മൂപ്പരോട് പറഞ്ഞാൽ മൂപ്പരാ കൈകാര്യം ചെയ്യും. പക്ഷെ പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ 14-ാം വാർഡിൽ ഒന്നും കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. ഒരു വാർഡ് മെമ്പറെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ സഹായിക്കും?
അയാൾക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ പരമാവധി അയാൾ ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് CCV.